ഒരേ പിയാ ഒരേ പിയാ. ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു മൊമെൻ്റ് ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ഫസ്റ്റ് വൈറലായൊരു ടൈമുണ്ട്. അന്ന് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു ഇക്കടെ കല്യാണമായിരുന്നു. അങ്ങനെ തലേ ദിവസവും പാടി. അപ്പോൾ അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല തലേ ദിവസം പാടിയപ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ വെച്ച് പാടാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പാടി. അപ്പോൾ വേറെ ഇക്ക വന്നിട്ട് പറഞ്ഞു ഒന്നും കൂടി പാടോ കേട്ടില്ല പറഞ്ഞു. അങ്ങനെ ഒന്നും കൂടി പാടി. അതൊരിക്ക വീഡിയോ എടുത്ത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലിട്ട്. ഇട്ടത് ഈക്കല്ല വേറൊരിക്കാണ് ഇട്ടത്. അതിക്കാക്കി വീഡിയോ ഇട്ടപ്പോൾ ഇൻസ്റ്റഗ്രാമിലിട്ട്. അങ്ങനെ ടിക്ടോക്കിൽ അപ്പോഴത്തേനും വൈറലായി ദുബായിൽ. ഇവിടെ ടിക്ടോക്കില്ലല്ലോ അവിടെ. അപ്പോൾ അവിടെ വൈറലായിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഈ സാധനം എന്ന് പറഞ്ഞ ഈ കടയിൽ 200K കഴിഞ്ഞു. അപ്പോൾ നല്ല സന്തോഷം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വൈറലായി ഒരു യൂണിഫോം ഇട്ട് പാടുന്നത്. അപ്പോൾ ഒരു 6.8 മില്യൺ കഴിഞ്ഞു. പെട്ടെന്ന് കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഫോളോവേഴ്സും വ്യൂസൊക്കെ കയറി. വളരെ സന്തോഷമുണ്ട്. അതായിരുന്നു കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച മൊമെന്റ്. ഏത് പാട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്? ഒരേ പിയാ. ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ताना बाना बुनती हवा है बुनती हवा बूंदे भी तो आए नहीं बाज यहाँ सागिश में शामिल सारा जहां है हर ज़र्रे की ये इल्तिजा है ओरे पिया है ओरे पिया ओरे पिया വാവ്, അടിപൊളി അടിപൊളി. നജാദിന് വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ പാടുന്നതല്ലാതെ? ഞാൻ ഒരു സിംഗറാണ്, പിന്നെ പിയാനിസ്റ്റാണ്. ഞാൻ പിയാനോ ചെറുതായിട്ട് വായിക്കും. വാപ്പ പണ്ടൊരു ടോൺ പഠിപ്പിച്ചെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓരോ മ്യൂസിക് കേൾക്കുമ്പോഴും ഇങ്ങനെ തൊട്ട് നോക്കി ടോൺ അറിഞ്ഞ് കറക്റ്റ് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നുണ്ട്.